അത്യപൂർവമായ സ്നേഹബന്ധത്തിന്റെ കഥയാണ് തൃശൂർ മണലൂരിൽ കാണാൻ സാധിക്കുക. ഒരു കീരിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം. മണലൂർ സ്വദേശി സലീഷാണ് കീരിയുമായി ചങ്ങാത്തം സ്ഥാപിച്ചിരിക്കുന്നത്. ഡിക്രു എന്ന് നീട്ടി വിളിച്ചാൽ വീടിന് സമീപത്തെ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും കീരി സലീഷിനരികിലെത്തും. ലാളനകൾ ഏറ്റുവാങ്ങി കാട്ടിലേക്ക് മടങ്ങും. ഈ അപൂർവ കാഴ്ച കാണാനായി നിരവധി പേരാണ് മണലൂരിൽ എത്തുന്നത്. വാ 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 കേറ് കേറ് വാ. കുറ്റിക്കാട്ടിലും മറ്റുമാണ് വാസമെങ്കിലും ചങ്ങാത്തം മനുഷ്യരുമായാണ്. ഡിക്രു എന്ന് പേരിട്ടിരിക്കുന്ന കീരിയാണ് ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ വെളിച്ചവുമായി എത്തുന്നത്. പൊതുവെ മനുഷ്യരുമായി ഇണക്കമില്ലാത്ത കീരി സലീഷുമായി ചങ്ങാത്തം സ്ഥാപിച്ചിട്ട് 7 മാസം പിന്നിട്ടു. ഡിക്രു എന്ന സലീഷിൻ്റെ നീട്ടിയുള്ള വിളി കേട്ടാൽ സമീപത്തെ കാട്ടിൽ എവിടെയുണ്ടെങ്കിലും കീരി ഓടിയെത്തും. ചെടികൾക്കിടയിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവനെ തേടി ഓടിയെത്തുന്നതിനിടെ ഇടയ്ക്ക് തല ഉയർത്തി ഒന്ന് പരിസരം വീക്ഷിക്കും. പിന്നെ നേരെ കൈകളിലേക്ക് ഓടിക്കയറും. ചുമലിൽ ചാടി നടക്കും. സലീഷ് ചോദിച്ചാൽ പതിവ് ഉമ്മയും നൽകും. ഒന്നല്ല, എത്ര തവണ വേണമെങ്കിലും. സലീഷിന്റെ ഭാര്യ ജിനിയും മക്കളും ഡിക്രുവിന്റെ ചങ്ങാതികളാണ്. ജിനിയുടെ മടിയിൽ കിടക്കുമ്പോഴൊക്കെ ഡിക്രു ഒരമ്മയുടെ വാത്സല്യം ഏറ്റുവാങ്ങും. സ്നേഹം തരുന്ന ആർക്കു മുന്നിലും ഡിക്രു കീഴടങ്ങും. അടുത്ത വീട്ടിൽ താമസിക്കുന്ന വിഘ്നേഷ് എന്ന കുട്ടിയുമായും ഡിക്രുവിന് ചങ്ങാത്തമുണ്ട്. കയ്യിൽ കിടത്തി താരാട്ടുപാടിയും തോളിലിരുത്തി നടത്തിയുമെല്ലാം ഡിക്രുവിനെ ഇവർ ലാളിക്കുന്നു. നമ്മൾ വന്നു കൂടിയതാണ്. 7 മാസത്തോളമായി. പിന്നെ ഇവിടെ കുറ്റിക്കാട് വയ്ക്കണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വരുമ്പോൾ കൂടെ കളിച്ചിട്ട് അവൻ്റെ ഇഷ്ടം കഴിഞ്ഞാൽ പോവും. പിന്നെ വേറെ ഒന്നുമില്ല. അവനെ വളർത്ത് പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ല. കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. അവനിങ്ങനെ സ്വതന്ത്രമായിട്ട് കിടന്ന് നടക്കണം ഈ പറമ്പിൽ. ഇവിടെ കുറ്റിക്കാടും കുറച്ച് കാടുകളൊക്കെ ഉണ്ട്. പിന്നെ അത്ര തന്നെയുള്ളൂ. പിന്നെ മനുഷ്യനായിട്ടും സ്നേഹം മറ്റേ ഈ ജീവികൾക്കുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തിരിച്ച് കിട്ടും സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ. അതാണ് ഞങ്ങൾക്ക് കാണുന്നത്. ഡിക്രു താമസിക്കുന്ന കുറ്റിക്കാട്ടിലെവിടെയോ മറ്റൊരു കീരിയും കൂടി ഉണ്ടെങ്കിലും അത് മനുഷ്യരുടെ അടുത്തേക്ക് വരാറില്ല. വൈകിട്ടായാൽ ഡിക്രു പതിവ് പോലെ കാട്ടിലേക്ക് മടങ്ങും. ഡിക്രുവിന്റെ ചങ്ങാത്തം കേട്ടറിഞ്ഞ് കാണാനായി നിരവധി പേരാണ് മണലൂരിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.